ചില ആളുകൾ റൂമിൽ വന്നാൽ തന്നെ ഒന്നും പറയേണ്ടതില്ല, പ്രസൻസ് മാത്രം മതി. ആളുകൾ ഓട്ടോമാറ്റിക്കലി കെയർഫുൾ ആവും. കാരണം അവരുടെ കണ്ണിൽ തന്നെ ഒരു വാണിംഗ് ഉണ്ടാവും. അതാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൺട്രോൾ ഇഷ്ടമാണ്. നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണം. വീക്കായി തോന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. പുറത്ത് നല്ല കോൺഫിഡൻ്റ് ആണ്, അതോറിറ്റി വൈബ്, നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലോ കോൺസ്റ്റൻറ്റ് ഇൻസെക്യൂരിറ്റി. അതായത് നിങ്ങളുടെ അതോറിറ്റി ഇല്ലാതാവുമോ, നിങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെടുത്തുമോ, താഴ്ത്തിയിടുമോ എന്നുള്ള വിചാരമുണ്ട്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റെസ്പെക്റ്റ് സഹിക്കാൻ പറ്റില്ല. ഒരാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ മനസ്സിൽ അത് വർഷങ്ങളോളം ഓർത്തു വയ്ക്കും. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്നറിയോ? സർവൈവൽ ഇൻ്റലിജൻസ് ആണ്. നിങ്ങൾ എവിടെ നിന്നാലും പിഴച്ച് പൊക്കോളും. എന്ത് ആപത്ത് വന്നാലും മൈൻഡ് ഫാസ്റ്റായി വർക്ക് ചെയ്യുകയും ചെയ്യും. മാനിപ്പുലേഷൻ മനസ്സിലാക്കാൻ കഴിയും. ആളുകൾ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ പറ്റിക്കുന്നുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് പെട്ടെന്ന് റീഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ വെച്ചാൽ സസ്പീഷ്യനാണ്. ആരെയും ഫുള്ളി ട്രസ്റ്റ് ചെയ്യില്ല, ആരെയും വിശ്വസിക്കില്ല. മനസ്സ് എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. പുറത്ത് കാമായിട്ട് അഭിനയിക്കും, പക്ഷെ ഉള്ളിൽ എല്ലാവരെയും ആനലൈസ് ചെയ്യും. ജലസി സീക്രട്ട്ലി ഉണ്ടാവും. അതുപോലെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യലും ആരോടും പറയാതെ തന്നെ ഇങ്ങനെ മനസ്സിൽ ഉണ്ടാവും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ മെൻ്റലി കുറച്ച് ഇൻറ്റൻസ് കൂടുതലായിരുന്നു. കരിയറിൽ പ്രഷർ, റിലേഷൻഷിപ്പിൽ ഈഗോൻ്റെ ക്ലാഷസ് ഉണ്ടായിരുന്നു, ട്രസ്റ്റ് വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള സ്ട്രെസ്സും നന്നായിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല സ്ട്രോങ് ആയി നിന്നെങ്കിലും ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ കൂട്ടിയും കൊണ്ടേയിരുന്നു. ചിലർക്ക് റിവഞ്ച് പ്രൂവ് മൈൻഡ് സെറ്റ് വന്നിരിക്കുക. അതായത് പ്രതികാരം തീർക്കണം എന്നുള്ളൊരു വിചാരം എന്തായാലും ഉണ്ടാവും. എന്നെ ഇഗ്നോർ ചെയ്താൽ റിഗ്രറ്റ് ചെയ്യണം, എന്നെ ആരെങ്കിലും ഒഴിവാക്കി അവരതിനെ പശ്ചാത്താപിക്കണം എന്ന ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ജൂൺ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു പവർ മന്ത് തന്നെയാണ്. കരിയർ സൈഡിൽ അതോറിറ്റി ഇൻക്രീസ് ചാൻസ് ഉണ്ട്. ലീഡർഷിപ്പ്, ബിസിനസ്, മാനേജ്മെൻറ്റ്, പൊളിറ്റിക്സ് ഇവയിലെല്ലാം വിസിബിലിറ്റി നന്നായിട്ട് കൂടാം. ആളുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം എന്തായാലും നോട്ടീസ് ചെയ്യും. പക്ഷേ ഈഗോയും നിങ്ങളുടെ കൺട്രോൾ ഇഷ്യൂവും നല്ല ഡേഞ്ചർ തന്നെയാണ്. ബോസായിട്ടുള്ള ക്ലാഷസ്, ഓഫീസിൽ തന്നെ ശത്രുക്കൾ, ആരോടും പറയാത്ത സീക്രട്ടായിട്ടുള്ള കോമ്പറ്റീഷൻ, ഇതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് സൈഡ് നല്ല ഇൻറ്റൻസ് ആണ്. പൊസസീവ്നെസ് നന്നായിട്ട് കൂടും, ട്രസ്റ്റ് ഇഷ്യൂ നന്നായിട്ട് കൂടും. സിംഗിൾ ആയവർക്ക് നല്ല ഒരു അട്രാക്ഷൻ തന്നെയുണ്ട്. കമ്മിറ്റഡ് ആയവർക്ക് നല്ല പവറിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. പാർട്ട്ണർ ഒരു ചെറിയ നുണ പറഞ്ഞാലും മനസ്സ് കാമാകില്ല. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ നല്ല ഗെയിൻ്റെ സാധ്യതയൊക്കെ ഉണ്ട്. അതോറിറ്റി റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും വരാം. ജൂൺ മാസത്തിൽ ഒരു റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. അതുപോലെ വാങ്ങാൻ വെച്ച പർച്ചേസിങ് സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്പെൻഡിങ് കൂടി വരാം. അതൊന്നും വാങ്ങാതിരിക്കുന്നതായിരിക്കും പിന്നെയും നല്ലത്. ജൂൺ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൺട്രോൾ വേണോ സമാധാനം വേണോ എന്ന ഒരു ഡൗട്ടിലായിരിക്കും. ഒരു സൈഡ് എൻ്റെ കയ്യിൽ എല്ലാം വേണം എന്നുള്ള മനസ്സിലുണ്ടാവും, വേറൊരു സൈഡിൽ എനിക്ക് മെൻ്റലി കാമാകണം, എനിക്ക് സമാധാനം വേണമെന്നും ഉണ്ടാവും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു ആരോടും പറയാത്തൊരു പേടിയുണ്ട്. ഞാൻ വീക്കായി കാണപ്പെടുമോ, വീക്കായി തോന്നുമോ എന്നുള്ള ഒരു പേടി. അതുകൊണ്ടാണ് വേദന പോലും ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മറക്കുന്നത്. നിങ്ങൾക്ക് പ്രണയം വേണം, റെസ്പെക്റ്റ് വേണം, പവർ വേണം. നിങ്ങളുടെ വൾണറബിളായിട്ടുള്ള പുറത്ത് കാണിക്കാൻ പറ്റാത്ത സ്വഭാവം ആരും കാണരുത് എന്നുള്ള വിചാരം. പുറത്ത് അതോറിറ്റി, ഉള്ളിൽ പാരനോയ. അതാണ് ശരിക്കും തൃക്കേട്ട നക്ഷത്രം.